بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നഹ്മദുക യാ മൻ അവ്ലഹത ലനാ സുബലൽ ഹിദായ വഔസഅത അൻ ബസായിറനാ ഗശ്വതൽ ഗബായ ونصلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه سراجا منيرا والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മദ്രസയുടെ രക്ഷിതാക്കളും അധ്യാപകരും തമ്മിൽ കൂടിയിരുന്ന് മക്കളുടെ പഠന നിലവാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിനും മദ്രസയുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ് കഴിഞ്ഞ ഏതാനും സമയങ്ങൾ നമ്മൾ ഇവിടെ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനിടക്ക് നമ്മുടെ മക്കളുടെ സർഗീയമായ കഴിവുകൾ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ടും അവരുടെ മനസ്സുകളിൽ അവർ പതിപ്പിച്ചിട്ടുള്ള ഇസ്ലാമികമായ ഗാനങ്ങൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടും നമ്മുടെ മക്കൾ നമ്മുടെ മനസ്സുകൾക്ക് കുളിരുകോരിയിട്ടു. അവരുടെ ശബ്ദം കേൾക്കുമ്പോഴും അവരുടെ ഓരോ സംസാരങ്ങളും അവരുടെ ഓരോ കൊഞ്ചലുകളും നമ്മുടെ മനസ്സുകളിൽ വല്ലാത്ത ആവേശമാണ്. അത് എത്ര വിഡ്ഢിത്തം അടങ്ങിയതാണെങ്കിലും നമ്മുടെ മനസ്സുകൾക്ക് വല്ലാത്ത സന്തോഷമാണ് അവ നൽകാറുള്ളത്. വൈവാഹിക ജീവിതത്തിൽ പ്രവേശിച്ച് വർഷങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് ശേഷവും മക്കളില്ലാണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ സഹോദരങ്ങൾ, എത്രയോ ദമ്പതിമാർ നമുക്കൊക്കെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മളാരും മറക്കാൻ പാടില്ല. അവിടെയാണ് റബ്ബിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമായ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകിയിരിക്കുന്നത്. മക്കൾ നമുക്ക് വല്ലാത്ത സന്തോഷമാണ്. ആ മക്കളുടെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഓരോ പ്രവർത്തനങ്ങളും വല്ലാത്ത സന്തോഷവും ആ രൂപത്തിലുള്ള ആനന്ദവുമാണ് നമുക്ക് നൽകാറുള്ളത്. ഒരു കാലത്ത് നമ്മളും ഇതുപോലെയുള്ള മക്കളായിരുന്നു. ഇന്ന് നമ്മൾ വലുതായി, നമുക്കും മക്കളായി. ഇനി തലമുറകൾ അങ്ങനെ മാറി മാറി വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, രക്ഷിതാക്കളോട് എന്ന വിഷയം
അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഏതാനും ചില കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉള്ളവൻ ആഗ്രഹിക്കുന്നത്. സൂചിപ്പിച്ചുവല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മളും സ്വാഭാവികമായും നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജുകൾ, ഓരോ പടവുകൾ മാറി മാറി കടന്നു വരുമ്പോഴാണ് ഓരോന്നിൻ്റെയും സ്വാദുകൾ, ഓരോന്നിൻ്റെയും അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കാറുള്ളത്. പലപ്പോഴും ഒരു ഉമ്മയാകുമ്പോഴാണ്, ഒരു സ്ത്രീ, ഒരു പെണ്ണ്, അവളൊരു ഉമ്മയാകുമ്പോഴാണ് തൻ്റെ ഒരു ഉമ്മയുടെ ധർമ്മമെന്തെന്ന്, താനും ഒരു ഉമ്മയായപ്പോൾ തൻ്റെ മാതാവ് എത്രത്തോളമായിരിക്കും, ഇതുപോലെയുള്ള മാതാക്കൾ എത്രത്തോളം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് മക്കളെ വളർത്തിക്കൊണ്ടുവരാറുള്ളത് എന്ന ഒരു ബോധം ഒരു പെണ്ണിന്, ഒരു സ്ത്രീക്കുണ്ടാകുന്നത്. അതുപോലെയാണ് ഒരു വ്യക്തി ഒരു പിതാവാകുമ്പോഴാണ് ഒരു ഉപ്പയുടെ ധർമ്മത്തെക്കുറിച്ച്, ജീവിതത്തിൽ ഒരു ഉപ്പയുടെ വാല്യൂ എന്താണെന്ന് ഒരു മനുഷ്യന്, ഒരു ആണിന് ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളൊക്കെയും പലപ്പോഴും പറയാറുള്ളത്, ജീവിതത്തിൻ്റെ ഒരു 40, 30, 40 വയസ്സ് പ്രായമാകുമ്പോൾ സ്വാഭാവികമായും ഏത് ജീവിതത്തിൽ എത്ര തമ്മാടിത്തങ്ങൾ കളിച്ച് ജീവിച്ച ആളുകളാണെങ്കിലും ഉമ്മയുടെയും ഉപ്പയുടെയും വില ബോധ്യപ്പെടുന്ന സമയങ്ങളാണത്. കാരണം എനിക്ക് 40 വയസ്സാകുമ്പോൾ എനിക്കുള്ളത് 20 വയസ്സുള്ള അല്ലെങ്കിൽ 15 വയസ്സുള്ള മകനാണ്, അല്ലെങ്കിൽ 13 വയസ്സുള്ള മകളാണ് എനിക്കുള്ളത്. ആ സമയത്ത് ഉമ്മയുടെയും ഉപ്പയുടെയും വില, അവരുടെ വാല്യൂ എത്രത്തോളമാണെന്ന് ബോധ്യപ്പെടാൻ, ഒരു മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ജീവിതത്തിൻ്റെ മേഖലകളിൽ എത്രത്തോളം പ്രയാസങ്ങളാണ് ഓരോ മാതാക്കളും പിതാക്കളും സഹിച്ചു വന്നത്, അവരൊക്കെ ഏത് രൂപത്തിലുള്ള ത്യാഗങ്ങളാണ് സഹിച്ചത് എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന സന്ദർഭങ്ങളാണ് അവയൊക്കെയും. നമ്മുടെ മക്കളെ വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ വളർത്തുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മമാര് ഗർഭിണിയാകുമ്പോൾ അവരാഗ്രഹിക്കുകയാണ്, ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ സംസാരം വരുന്നു, നമ്മുടെ എൻ്റെ വയറ്റിൽ വളർന്നു വരുന്ന കുഞ്ഞ് ജനിച്ചു പുണർത്തു വന്നാൽ അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അവരെ ഏതെല്ലാം രൂപത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് ആ കുഞ്ഞ് ജനിച്ചു പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആ രൂപത്തിലുള്ള പ്ലാനിങ്ങുകളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാ പ്രിയപ്പെട്ടവരെ. നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കാണും, കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് മീഡിയകളിൽ വലിയ രൂപത്തിൽ പ്രചരിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഏതായിരുന്നു? ഒരു TV അഭിമുഖത്തിൽ ഒരു മാതാവിനെയും ഒരു മകനെയും അപ്പുറത്തും ഇപ്പുറത്തും ഇരട്ടി ഒരു സംസാരിക്കുകയാണ്. എന്തോ ക്രോധമായി കൊണ്ട്, വലിയ കോപത്തോടുകൂടി തൻ്റെ മാതാവിൻ്റെ നെഞ്ചത്തേക്ക് ആഞ്ഞു ചവിട്ടുന്ന ഒരു മകൻ്റെ ദൃശ്യം പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും. എത്രത്തോളം ആ രൂപത്തിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കണം, നൊന്ത് പ്രസവിച്ച 9 മാസവും ചില്ലറ ദിവസങ്ങളും വയറ്റിൽ നൊന്ത് പ്രയാസങ്ങൾ സഹിച്ചു പ്രസവിച്ച മകൻ അതേ മാതാവിൻ്റെ നെഞ്ചത്തേക്ക് ആഞ്ഞു ചവിട്ടുന്ന രംഗങ്ങൾ പ്രിയപ്പെട്ടവരെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണീര് വരാതെ കാണാൻ നമുക്ക് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, മനസ്സിന് കുറച്ചെങ്കിലും കനംകുറവുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ കരയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. എന്തുപോയി നമ്മുടെ സമൂഹത്തിന്? നമ്മൾ ആലോചിക്കും, അതൊക്കെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലല്ലേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ തള്ളിക്കളയാൻ വരട്ടെ. എത്രയെത്ര സംഭവങ്ങളാണ് ദിനേന ഈ രൂപത്തിലുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയോ വായിച്ചു വെച്ച ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. എന്തോ ഒരു വലിയ കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം വധശിക്ഷക്ക് തീരുമാനമെടുത്ത, വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ഒരു കൊലയാളി, ആ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പ് തൻ്റെ അന്ത്യ അഭിലാഷം എന്തെന്ന് ചോദിച്ചു അവിടെയുള്ള ജയിലിൻ്റെ അധികാരികൾ. ആ കൊലയാളി പറഞ്ഞു, വധശിക്ഷക്ക് വിധിപ്പെട്ട് മരണം ഇന്ന ദിവസമാണെന്ന് കുറിച്ചു വെക്കപ്പെട്ട മനുഷ്യൻ ഏതാനും ദിവസങ്ങളോ മണിക്കൂറുകളോ മാത്രം തൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ബാക്കി നിൽക്കെ ജയിലധികൃതർ ആ മകനോട് ചോദിച്ചു, ആ കുറ്റവാളിയോട് ചോദിച്ചു, നിന്റെ ജീവിതത്തിലുള്ള അന്ത്യമായ അഭിലാഷം എന്ത്? ആ മകൻ അധികാരികളോട് പറഞ്ഞു, എനിക്ക് അവസാനമായിട്ട് എൻ്റെ മാതാവിനെ ഒന്ന് കാണണം,
എൻ്റെ മാതാവിനെ ഒന്ന് കാണണം. വലിയ പ്രതീക്ഷയോടുകൂടി ആ മാതാവ് തൻ്റെ ജയിലിൽ വസിച്ചു കൊണ്ടിരിക്കുന്ന, മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ മകനെ കാണാൻ വന്നു. ആ ജീവിതത്തിൻ്റെ അവസാന നിമിഷം എനിക്ക് എൻ്റെ മകന് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ടെന്ന വലിയ പ്രതീക്ഷയിൽ ദുഃഖഭാരം താങ്ങിക്കൊണ്ട് ആ മാതാവ് ജയിലിലേക്ക് കടന്നു വന്നു. ജയിലിലെ സുരക്ഷാ സന്നാഹങ്ങൾ മറികടന്നുകൊണ്ട് എങ്കിലും പഴുതുകൾ തൊട്ടുമുമ്പിൽ ജയിലിൻ്റെ അധികൃതരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കിടയിൽ വെച്ചുകൊണ്ടാണ് ഈ മാതാവും ഈ മകനും സംസാരിക്കുന്നത്. മാതാവ് കടന്നു വന്നപ്പോൾ ആ മകൻ മാതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാ, എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കാതിലാണ്. എനിക്ക് നിങ്ങളുടെ കാതിലാണ് കാര്യം പറയാനുള്ളത്. ഞാൻ പറയുന്നത് ഇവരാരും കേൾക്കാൻ പാടില്ലെന്ന് പറയുന്നു. വീണ്ടും ആ മാതാവിന് പ്രതീക്ഷ വർദ്ധിച്ചു. എന്താ ഇത്രയ്ക്ക് രഹസ്യമായി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ എനിക്ക് എൻ്റെ മകന് എന്നോട് പറയാനുള്ളത്? മാതാവിന് വല്ലാത്ത ആ ഒരു രൂപത്തിലുള്ള പ്രയാസം. അങ്ങനെ മാതാവ് തൻ്റെ മകൻ്റെ ചുണ്ടുകളോട് ചേർന്ന് നിന്നു. ആ മകൻ ആ മാതാവിൻ്റെ കാതുകൾ പറിച്ചെടുക്കുന്നു. മാതാവ് സ്വകാര്യം പറയുന്നതിന് വേണ്ടി മകൻ്റെ അടുത്തേക്ക് നീങ്ങിയ മാതാവിൻ്റെ കാതുകൾ തൻ്റെ പല്ലുകൾ കൊണ്ട് പറിച്ചെടുക്കുന്നു ആ കുറ്റവാളി. കൂടെ ഉണ്ടായിരുന്ന സൈന്യങ്ങളും പോലീസുകാരും അധികാരികളും ഞെട്ടിവിറച്ചു നിന്നുപോയി. എന്താണ് ഇത്രയ്ക്കും മരണം തൊട്ടു മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷത്തു പോലും എന്തുകൊണ്ട് ഇവൻ ഈ രൂപത്തിലുള്ള ഒരു അപരാധം ചെയ്യാൻ ഇവൻ ഇത്തരത്തിൽ തുനിഞ്ഞുപോയി എന്ന് ചോദിച്ചപ്പോൾ ആക്രോശിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, എന്നെ ഈ ജീവിതത്തിൽ എൻ്റെ മരണം ഈ രൂപത്തിൽ മുന്നിൽ കാണുന്ന അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് എൻ്റെ ഈ മാതാവാ. എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ചില്ലറ രൂപത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഞാൻ ചെയ്തു വളരുമ്പോൾ നീ എന്തുകൊണ്ടത് ചെയ്തു? നീ എന്തുകൊണ്ടതങ്ങനെ ഈ രൂപത്തിൽ? എവിടെ നിന്നാണ്? ഞാൻ എന്തെങ്കിലും സമ്പത്ത് കൊണ്ടുവരുമ്പോൾ എവിടെ നിന്നടാ നിനക്ക് കിട്ടിയതെന്ന് ഇവരെന്നോട് ചോദിക്കാറില്ലായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ മോഷണങ്ങളും ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളും ചെയ്തു വളർന്നു വന്നാണ് ഞാൻ ഇന്ന് എൻ്റെ മരണം മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അതിന് കാരണക്കാരി എൻ്റെ മാതാവാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാന ജീവിതത്തിൻ്റെ മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന സമയത്തൊരു കുറ്റവാളിയുടെ ചരിത്രം, ഒരു സംഭവം പ്രിയപ്പെട്ടവർ ഓർമ്മ വരികയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പറയുന്നത്? വലിയ അഭ്യസ്തവിദ്യരായ സമൂഹം, പല രൂപത്തിലുള്ള വിവരങ്ങളും ആ രൂപത്തിലുള്ള സൗകര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ വലിയ പ്രതീക്ഷയിൽ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ ഇന്ന് അവരുടെ കൊഞ്ചലുകൾ, അവരുടെ വാക്കുകൾ, അവരുടെ പാട്ടുകൾ, അവരുടെ ആ രൂപത്തിലുള്ള എല്ലാം വലിയ സന്തോഷം നമുക്ക് നൽകുന്നു. പക്ഷേ അതേ മക്കൾ നമുക്ക് നേരെ തിരിഞ്ഞു കുത്തുന്ന സന്ദർഭങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മളത് മുൻകൂർ കാണേണ്ടിയിരിക്കുന്നു. എങ്ങനെ? കാരണം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് വല്ലാത്ത പരീക്ഷണമാണെന്ന്. നിങ്ങൾക്ക് പരീക്ഷണമാണ് മക്കളും സമ്പത്തും. ഇന്ന് ഇതിൻ്റെ രണ്ടിൻ്റെയും പിറകിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് സമ്പത്തിൻ്റെ പിറകിലാണ്, സമ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് നാട് വിട്ട് വീട് വിട്ട് കുടുംബത്തെ വിട്ട് നമ്മളിവിടെ ഈ മണ്ണിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരീക്ഷണത്തിൻ്റെ ഒന്നാമത്തെ സമ്പത്ത്, രണ്ടാമത്തെ നമ്മുടെ മക്കൾ. നമ്മളൊക്കെ പറയും എനിക്കെന്ത് സംഭവിച്ചാലും എന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. നമുക്ക് ശരീരത്തിൽ ഏതെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരുമ്പോൾ നമുക്കത് സഹിക്കാൻ കഴിയും. പക്ഷേ മക്കൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള പ്രയാസം, ഒരു ചെറിയ പനിയാകട്ടെ, ആ രൂപത്തിലുള്ള ചെറിയ അസ്വസ്ഥതകൾ കടന്നു വരുമ്പോഴേക്ക് എത്ര വലിയ ആശങ്കയാണ് നമ്മുടെ മനസ്സിലുണ്ടാകാറുള്ളത്. നമ്മൾ ഹോസ്പിറ്റലുകളിലേക്ക് ഓടുന്നു. അവിടെ നമ്മുടെ ജോലിയെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടാറില്ല. നമ്മുടെ ഓഫീസിലെ ടൈമിനെ കുറിച്ച് മറ്റൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. എനിക്കെന്തിനേക്കാളും വലുത് എൻ്റെ മകനാ, എനിക്കെന്തിനേക്കാളും വലുത് എൻ്റെ മകളാ. ഇതല്ലേ ആ ഒരു സമയത്ത് നമ്മളെ പിന്നോട്ട് വലിക്കാറുള്ളത്. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കാറുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ. അത് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ്. ആ സമ്പത്ത് നിങ്ങൾക്ക് വലിയ പരീക്ഷണമാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഇന്നമൽ ഹയാത്തി ദുനിയ ലഇബുൻ വലഹുൻ. നിശ്ചയമായും ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് വെറും കളിതമാശകൾ മാത്രമല്ല, മക്കളുടെയും സമ്പത്തിൻ്റെയും കാര്യത്തിൽ പരസ്പരം പെരുമ നടിക്കലും കൂടിയാണ്. അത്രയ്ക്ക് നിസ്സാരമാണ് ദുനിയാവിലെ നിങ്ങളുടെ ജീവിതം എന്നൊക്കെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സമയത്തിൽ
രക്ഷിതാക്കളോട് എന്ന വിഷയം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാനൊരു പിതാവാണെങ്കിൽ, ഞാനൊരു മാതാവാണെങ്കിൽ, എനിക്ക് എൻ്റെ മക്കളുടെ മുമ്പിൽ, നമുക്ക് നമ്മളുടെ മക്കളുടെ മുമ്പിൽ ഏറ്റവും നല്ല പിതാവാകാൻ കഴിയണം, നമുക്ക് ഏറ്റവും നല്ല മാതാവാകാൻ കഴിയണം. നമ്മളെ നോക്കിയിട്ടാ നമ്മുടെ മക്കൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. നമ്മൾ എന്തു ചെയ്യുന്നുവോ അതുപോലെയാ അവരോരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ, പലപ്പോഴും നമ്മൾ മക്കളോട് പറയും, പോയി നിസ്കരിക്കടാ, പോയി നിസ്കരിക്കടി എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ മക്കൾ തിരിച്ചു ചോദിക്കും, അല്ല നിങ്ങൾ നിസ്കരിച്ചോ, അത് നീ നോക്കണ്ട, നീ പോയി നിസ്കരിക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം നമ്മുടെ മക്കളോട് പറയുമ്പോൾ, നമ്മളൊരു കാര്യം നമ്മുടെ മക്കളോട് നിർദ്ദേശിക്കുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വേണം. അഥവാ നമ്മളൊരു മാതാവാണെങ്കിൽ, നമ്മളൊരു പിതാവാണെങ്കിൽ, ആദ്യം മാതൃകയുള്ള പിതാവാകണം. നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ സായും സന്ധ്യയിൽ, വാർദ്ധക്യത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മുടെ മക്കൾ നമുക്ക് തണലാകണമെങ്കിൽ, ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉമ്മയോടും നമ്മുടെ ഉപ്പയോടുമുള്ള നമ്മുടെ പെരുമാറ്റവും നമ്മുടെ മക്കൾ സൂക്ഷിച്ചു കൊണ്ടിരിക്കും. അവർ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. നമ്മൾ ഒരുപക്ഷെ നാട്ടിലേക്ക് നമ്മുടെ ഉമ്മയോട്, നാട്ടിലേക്ക് നമ്മുടെ ഉപ്പയോട് ചെയ്യുന്ന ഫോൺ കോളുകൾ പോലും അവർ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലേ? നമ്മൾ എത്ര സംഭവങ്ങളാണ് നമുക്ക് മക്കളുടെ ആ ഒരു നിരീക്ഷണത്വം. നമ്മൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിമിഷങ്ങളിൽ പറഞ്ഞ വാക്കുകൾ പിന്നീട് എപ്പോഴെങ്കിലും മക്കൾ 4 ആൾ കൂടുന്നിടത്ത് പറയുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. ഇതെവിടെ നിന്ന് പഠിച്ചു? അല്ലേ? നമ്മളൊരു പക്ഷേ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും മാത്രമുള്ള സദസ്സിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ പറഞ്ഞ ഒരു വാക്കായിരിക്കും പക്ഷേ 4 ആൾ കൂടി നിൽക്കുന്ന സദസ്സിൽ നമ്മുടെ മക്കൾ പറയാ. അപ്പോഴേ നമ്മൾ ആലോചിക്കുക, ഇതെവിടെ നിന്ന് കിട്ടി? അല്ലേ? ഇന്ന് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വർദ്ധിച്ചു വന്നു. ഗർഭശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആ രൂപത്തിലുള്ള ഡോക്ടർമാരും മറ്റും പഠിപ്പിക്കുകയാണ് നമ്മളെ. ഒരു കുഞ്ഞ് മാതാവിൻ്റെ ഗർഭാശയത്തിൽ വളർന്നുകൊണ്ടിരിക്കെ തന്നെ, ആത്മാവ് ഊതപ്പെട്ടാൽ തന്നെ പുറത്തുള്ള ശബ്ദങ്ങളും മറ്റും ആ കുഞ്ഞിന് കേൾക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം. അതാണ് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ആ കുഞ്ഞ് കേൾക്കുന്നത്, ആ കുഞ്ഞ് കേൾക്കുന്ന സംസാരങ്ങൾ, ആ കുഞ്ഞ് കേൾക്കുന്ന പാട്ടുകൾ, ആ കുഞ്ഞ് കേൾക്കുന്ന വഴക്കുകളും വക്കാണങ്ങളും ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ മുഴുവൻ അത് കാണാം, നിഴലിച്ചു കാണാമെന്ന്. അതാണ് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ പാകുന്നതെന്ന് ആ രൂപത്തിലുള്ള വിദഗ്ധരായ ആളുകൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഇന്ന് നമ്മുടെ വീടുകളിൽ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്പം തമാശയാണെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഫോണിലേക്ക് വന്ന ഒരു വീഡിയോ വല്ലാതെ ചിരിപ്പിക്കുകയും അതിനപ്പുറത്തേക്ക് ചിന്തിപ്പിക്കുകയും ചെയ്തു പോയി. ആരോ നിർമ്മിച്ചുണ്ടാക്കിയതാണെങ്കിലും വലിയ അർത്ഥമാണ്, വലിയ ഒരു സന്ദേശമാണ് ആ വീഡിയോ നൽകുന്നത്. എന്താണ്? സീരിയൽ കണ്ടിട്ട് കരയുകയാണ് ഒരു ഉമ്മ, സീരിയൽ കണ്ടിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാവ്, തൊട്ടടുത്ത് 1-1.5 വയസ്സുള്ള 2 വയസ്സോളം വരുന്ന ഒരു കൊച്ചുകുഞ്ഞിരിക്കുന്നു. പാമ്പേഴ്സ് കെട്ടി ആ കുഞ്ഞിനെ തൊട്ടടുത്തിരുത്തിയിട്ട് മുമ്പിൽ കാണുന്ന TV-യിൽ അതിലെ ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അതിനനുസരിച്ച് കരയുകയാണ് മാതാവ്. ഈ മകനെന്തോ ആവശ്യമുണ്ട്, പറയാൻ നാവില്ല. പക്ഷേ ഈ കുഞ്ഞ് തൻ്റെ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് മാതാവിരുന്ന് കരയുകയാ, TV-യിലേക്ക് നോക്കുന്നുമുണ്ട്. കുഞ്ഞ് തൊട്ടുഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ നോക്കി, ഒന്നും കാണുന്നില്ല. മാതാവിന് തുടക്കാൻ ഒന്നും കൊടുക്കാൻ ആ കുഞ്ഞിന് കാണുന്നില്ല. അവസാനം ആ കുഞ്ഞ് താൻ ധരിച്ച പമ്പേഴ്സ് എടുത്തിട്ട് മാതാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഒന്നും നോക്കാതെ കിട്ടിയ തുണിയല്ലേ എന്ന് കരുതി ആ മാതാവ് പമ്പേഴ്സ് കൊണ്ട് കണ്ണീര് തുടച്ചു. പ്രിയപ്പെട്ടവരെ, ചിരിക്കാനാണെങ്കിലും അതിനേക്കാളധികം ചിന്തിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ. ആരെങ്കിലും സൃഷ്ടിച്ചതായിരിക്കാം, പക്ഷേ വലിയ സന്ദേശം അത് നമുക്കൊക്കെ നൽകുന്നുണ്ട്. ആ കുഞ്ഞു പോലും ബോധ്യപ്പെടുന്നു, ഉമ്മ കരയുന്നു, തൻ്റെ ഉമ്മ കരയുകയാ, അവ കണ്ണു തുടക്കാൻ എന്തെങ്കിലും കൊടുക്കണം. കുട്ടിക്ക് കഴിയുന്നത് തൻ്റെ കയ്യിലുള്ള പമ്പേഴ്സ് കൊടുക്കാനാ. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇന്ന് ഇതാ പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. TV-ക്ക് മുമ്പിൽ ഇരുന്നുകൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗൾഫിലൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞാനിപ്പോൾ നേരത്തെ പേരൻസ് മീറ്റിങ്ങിന് വന്ന ഒരു രക്ഷിതാവിനോട് ഞാൻ പറഞ്ഞു, നമ്മുടെ മക്കൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ അവർ എപ്പോഴും പുറത്തായിരിക്കും, വീടിൻ്റെ പുറത്തായിരിക്കും, അതാണ് അവർക്ക് ഇഷ്ടം. പക്ഷേ ഇവിടെ ഫ്ലാറ്റുകൾക്കുള്ളിൽ കെട്ടിയിട്ടവരാ നമ്മുടെ മക്കൾ. ഇന്ന് നമ്മുടെ മക്കളുകൾ, പ്രിയപ്പെട്ടവരെ, ഈ മദ്രസയിൽ ജോലി ചെയ്യുമ്പോൾ
പലപ്പോഴും ഒഴിവ് സമയങ്ങളിൽ കുട്ടികൾക്ക് ബ്രേക്ക് നൽകി നമ്മൾ മറ്റ് സംസാരങ്ങളിൽ ഇടപഴകുമ്പോൾ മെല്ലെ കുട്ടികൾക്കരികിലേക്ക് കടന്നു വരുമ്പോൾ കുറച്ച് മുതിർന്ന ഒരു 3ലും 4ലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കിടയിലേക്ക് പോയാൽ അവർ 4ഓ 5ഓ പേര് കൂടിയിരുന്ന് സംസാരിക്കുന്നത് വലിയ വലിയ ഗെയിമുകളെ കുറിച്ചാണ്. നമ്മൾ പോലും പേര് കേൾക്കാത്ത ഗെയിമുകളെക്കുറിച്ചും സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും അവർ സംസാരിക്കുന്നു. അവർ പരസ്പരം അതിൻ്റെ CD-കളും പെൻഡ്രൈവുകളും കൈമാറുന്നു. ഏതെങ്കിലും വീട്ടുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും കുട്ടികളെ സൗഹൃദമായി നമ്മൾ മുന്നോട്ട് വിളിച്ച് എന്തെങ്കിലും കളിതമാശകളിൽ ഏർപ്പെട്ടാൽ അവർ നമ്മുടെ നേരേക്ക് തോക്ക് വെക്കുകയാണ്. ഇന്ന് കുട്ടികളുടെ മുന്നിലേക്ക് വരുന്ന ഗെയിമുകൾ ഈ രൂപത്തിലാണ്. പേടിക്കണം നമ്മൾ, അല്ലേ? അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ദിനേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന തോക്ക് ആർക്കും കൈവശം വെക്കാവുന്ന ലൈസൻസ് നൽകപ്പെട്ട അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഹുസൈൻ ഒബാമ ഒരു പുതിയ നിയമം കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ്. എന്താണ് ആ നിയമം? അമേരിക്കയിൽ ആർക്കും സ്വതന്ത്രമായി ഏത് കടയിലും പോയാൽ കത്തി വാങ്ങുന്നത് പോലെ തോക്ക് വാങ്ങി ഉപയോഗിക്കാം. അതുണ്ടാക്കി വെച്ച ഭവിഷ്യത്തുകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. സ്കൂളിലേക്ക് കയറി വരുന്ന പിഞ്ചുമക്കൾ, 5ലും 6ലും 7ലും പഠിക്കുന്ന, ഹൈസ്കൂൾ ലെവലൊക്കെ പഠിക്കുന്ന മക്കൾ എന്തെങ്കിലും ദേഷ്യം വരുമ്പോഴേക്ക്, വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് ആ ദേഷ്യം നേരെ തീർക്കുന്നത് തൻ്റെ കയ്യിലുള്ള തോക്ക് വെച്ച് തൻ്റെ സഹപാഠികളുടെ നെഞ്ചിലേക്ക് മാറിലേക്ക് നിറയൊടിച്ചുകൊണ്ട് വലിയ വലിയ കൊലപാതകങ്ങളൊക്കെ നടന്നത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ രൂപത്തിലുള്ള അപകടങ്ങളിലേക്കാണ് ഇന്ന് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ബോധവാന്മാരാകാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ വലിയ നഷ്ടത്തിലേക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും പോകുമെന്ന കാര്യത്തിൽ നമ്മളും ആ രൂപത്തിലുള്ള നഷ്ടക്കാരായ രക്ഷിതാക്കളായി മാറുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, എവിടെയും ഏത് കാര്യത്തിലും നമുക്കുള്ള മാതൃക മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തൊട്ടിൽ കടന്നുകൊണ്ട് ആ പിഞ്ചു കുഞ്ഞ് സംസാരിച്ചത് എൻ്റെ മാതാവിനോട് നന്മ ചെയ്യാൻ എൻ്റെ റബ്ബനോട് കൽപ്പിച്ചിരിക്കുന്നു, അല്ലേ? അവിടെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, ജീവിതത്തിലേക്ക് സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കേണ്ടത്, അല്ലേ? സ്വന്തം മകനെ അറുക്കുന്നതായിട്ടൊരു പിതാവ് സ്വപ്നം കാണുന്നു. ഈ സ്വപ്നത്തിൻ്റെ വിവരം ആ പിഞ്ചു കുഞ്ഞിനോട് പറയുന്നു. എന്തായിരുന്നു ആ പിഞ്ചു കുഞ്ഞിൻ്റെ മറുപടി? യാ അബതി ഇഫ് അൽമാത്ത് ഉമർ, ഉപ്പ നിങ്ങളോട് എന്താണ് ലോകത്തിൻ്റെ രക്ഷിതാവ് കൽപ്പിച്ചിരിക്കുന്നത് അത് നിങ്ങൾ ചെയ്തു കൊള്ളുക. നമുക്ക് നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം ഉപ്പ എന്ന് പറയുന്ന മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിയുടെ ചരിത്രം, ഒരു മകൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എത്രയെത്ര സംഭവങ്ങൾ! പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളും ആ രൂപത്തിലേക്ക് വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാകണം നമ്മൾ. പക്ഷേ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാകണം ഈ രൂപത്തിലുള്ള ചിട്ടകൾ. അതിനാണ് രക്ഷിതാക്കളോട് എന്ന വിഷയത്തിന് നമ്മൾ ഊന്നൽ നൽകാനുള്ള കാരണം. ആദർശരംഗത്ത് പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവിനെ കണ്ടു. ആ രക്ഷിതാവിൻ്റെ കയ്യിൽ ഒക്കത്തിരിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു നൂല് കെട്ടിയിരിക്കുന്നു. എന്താണ് കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു നൂല് കെട്ടിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് നാട്ടിൽ നിന്ന് എൻ്റെ മാതാവ് കെട്ടിയതാണ്. കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല സഹോദര, ഇത് ശിർക്കാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇത് വലിയ പാതകമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അപ്പോഴും അദ്ദേഹത്തിന് പറയാനുള്ളത് അതെൻ്റെ മാതാവ് കെട്ടിയതാണ്. ആലോചിച്ചു നോക്ക്, എത്ര ഗൗരവ വിഷയം. പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒരു നൂല് കടക്കുന്നതിന് ആരാ കുറ്റക്കാരായി മാറുന്നത്? ആ പിതാവാണ്. അവിടെ ആ പിതാവിന് ആദർശം നഷ്ടപ്പെട്ടു പോയി. മൻ അല്ലക തമീമതൻ വഖദ് അശ്റക, ആരെങ്കിലും ഏതെങ്കിലും നൂലുകളും മേലസുകളും ആ രൂപത്തിലുള്ള മന്ത്രച്ചരടുകളും കെട്ടിക്കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തുവെന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവനോട് മാത്രമേ സഹായം തേടാവൂ എന്ന് പഠിപ്പിക്കുന്ന ആദർശമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ആദർശം. അതല്ലാതെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ,
ജീവിതത്തിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ, രോഗം മൂലം പ്രയാസപ്പെടുമ്പോൾ, സാമ്പത്തികമായ പരാധീനതകൾ കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ, ഏതെങ്കിലും ആ രൂപത്തിലുള്ള ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും ഔലിയാക്കളുടെയും ആ രൂപത്തിലുള്ള ആളുകളിലേക്ക് പോകാൻ ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്തിനാണിത് പറയുന്നത്? നമ്മുടെ മക്കൾ ഭാവിയിൽ നമുക്ക് തണലാകണമെങ്കിൽ, നമ്മുടെ മക്കൾ ഭാവിയിൽ നമുക്ക് തുണയാകണമെങ്കിൽ, ഇവിടെ ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളുടെ മുമ്പിൽ ആദർശം അത് ഉറപ്പിച്ചു കാണിക്കണം. കർമ്മരംഗങ്ങളിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാകണം. അല്ലേ? പള്ളിയിലേക്ക് പോകുമ്പോൾ ആൺകുട്ടികളാണോ കൂടെ വിളിക്കണം, കൂടെ വിളിച്ചു കൊണ്ടുപോകണം മക്കളെ. അവിടെ പ്രായം നമ്മൾ പരിഗണിക്കരുത്. എപ്പോഴെങ്കിലൊക്കെ മക്കളെ കൈപിടിച്ചു പള്ളിയിൽ കൊണ്ടുപോകണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ മാതൃകയാകാൻ, നമ്മുടെ മക്കൾക്ക് മാതൃകയാകാൻ ഒരു മാതാവിനും ഒരു പിതാവിനും സാധിക്കുന്നത്. പക്ഷേ സുബഹിയിൽ നിന്ന്, പള്ളിയിൽ നിന്ന് സുബഹിയുടെ ബാങ്ക് കേൾക്കുമ്പോൾ, ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ എന്ന് ബാങ്കിന്റെ ധ്വനി കേൾക്കുമ്പോൾ മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്ന നമ്മളെങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് മാതൃകയാകും? ആ മക്കളോടെങ്ങനെ നമ്മൾ എഴുന്നേറ്റ് നമസ്കരിക്കാൻ പറയും? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉറക്കത്തേക്കാൾ നല്ലത് നമസ്കാരമാണെന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗമെന്ന് പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോൾ, നല്ല ഈ ശൈത്യകാലത്ത് മൂടിപ്പുതച്ച് കിടന്നുറങ്ങാൻ നല്ല സുഖമാ. പക്ഷേ എൻ്റെ റബ്ബിൻ്റെ പള്ളിയിൽ നിന്ന് റബ്ബിൻ്റെ വിളിയാളമാണ്. ഇവിടെ ഞാനത് മാതൃകയാക്കി കാണിച്ചു കൊടുക്കണം. റബ്ബിൻ്റെ വിളിക്കുത്തരം നൽകി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ ചര്യ പ്രാവർത്തികമാക്കുമ്പോൾ അതോടൊപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് കൂടി മാതൃകയാവുകയാണ്. പള്ളിയിലേക്ക് പോകുന്ന എൻ്റെ മക്കളെ വിളിച്ചുണർത്തി, എൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തി നമസ്കരിപ്പിക്കാൻ എനിക്ക് കഴിയണം. അപ്പോഴേ ഞാൻ നല്ലൊരു പിതാവാവുകയുള്ളൂ. എൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് കിടന്നുറങ്ങുകയാണെങ്കിലും ഇല്ല, സ്നേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഞാൻ വിളിക്കാതിരിക്കുകയില്ല. കാരണം ഇത് സ്വർഗനരകങ്ങൾ വേർതിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, നാളെ ഞങ്ങളുടെ ഭാവിയിൽ ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് തുണയാകണമെങ്കിൽ, ഞങ്ങൾക്ക് തണലേകണമെങ്കിൽ ഇന്ന് ഞാനും എൻ്റെ ഭർത്താവും ഈ രൂപത്തിൽ മാതൃക കാണിച്ചു കൊടുക്കണം. ആദർശത്തിൻ്റെ വിഷയത്തിൽ, കർമ്മരംഗങ്ങളിൽ, വിശ്വാസരംഗത്ത്, സ്വഭാവരംഗത്ത് എവിടെയും എൻ്റെ മക്കൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ രണ്ടുപേരും മാതൃകയായാൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ നാളെ തുണയാകുകയുള്ളൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ തണലാവുകയുള്ളൂ എന്ന ബോധ്യമായിരിക്കണം പ്രിയപ്പെട്ടവരെ, എന്ന ബോധമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളിലും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതല്ലെങ്കിൽ വലിയ നഷ്ടക്കാരായി നമ്മൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും പല രക്ഷിതാക്കളും മക്കളുടെ എണ്ണം കൂടി വരുമ്പോൾ പലപ്പോഴും മക്കളെ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ഫ്ലാറ്റിലെ കുട്ടികളുമായിട്ട് ഇന്നിപ്പോൾ നമ്മുടെ മക്കളുടെ കയ്യിലേക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്തു, രക്ഷിതാക്കളുടെ കയ്യിലേക്ക്. പലപ്പോഴും നാട്ടിലൊക്കെ കാണാറുള്ള സിസ്റ്റം എന്താ, പാരൻസ് മീറ്റിങ്ങിന് പോയാൽ അപ്പുറത്തെ കുട്ടീൻ്റെ പാരൻസ് പ്രോഗ്രസ് റിപ്പോർട്ട് കൂടി ഇങ്ങനെ നോക്കും രക്ഷിതാവ്. എന്നിട്ട് മോനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കും, ഇതെന്തേ ഇവൻ്റെ മാർക്ക് ഇത്ര ഉണ്ട്, നിനക്കെന്തേ ഇത്ര കിട്ടി. ഈ രണ്ട് കുട്ടികളുടെയും കപ്പാസിറ്റി മാറ്റണ്ട്. തൻ്റെ മകന് കിട്ടിയ, തൻ്റെ മകൾക്ക് കിട്ടിയ ആ കിട്ടിയ മാർക്കിൽ അവരെ പരമാവധി പൊക്കി വെക്കുക. ഉഷാറായിട്ടുണ്ട്, അടുത്ത തവണ ഇതിനേക്കാൾ ഒന്നുകൂടി ഉഷാറാക്കണം എന്ന് പറയേണ്ട സ്ഥാനത്ത് നീ എന്താടാ ഇങ്ങനെ, അല്ലേ? മിക്കവാറും ബാപ്പാര് പറയും ഇത് നിൻ്റെ തന്നെയാ, മണ്ടയാ, ഉമ്മാരെ നോക്കിയിട്ടാ പറയാം. എന്നാലോ കുട്ടി അത്യാവശ്യം കാലിബറുള്ള കുട്ടിയാണെങ്കിൽ, അത്യാവശ്യം കഴിവൊക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ ഇത് നമ്മൾ തന്നെയാണ്. ഈ രൂപത്തിലുള്ള സംസാരങ്ങളാണ് പലപ്പോഴും ഇത് കുട്ടികളുടെ മനസ്സുകളിൽ വല്ലാതെ സ്വാധീനിക്കും. പ്രിയപ്പെട്ടവരെ, കുട്ടികളുടെ സൈക്കോളജി പഠിക്കണം. നമ്മൾ ഇസ്ലാമിക് പാരന്റിങ് എന്ന വിഷയം പഠിക്കണം. നമ്മൾ എന്തിന് ഒന്നും നമ്മൾ ആരുടെയും ഏതെങ്കിലും സൈക്കോളജിസ്റ്റുകളുടെ ക്ലാസ് കേൾക്കണ്ട. ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് ആയിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, കുട്ടികളുടെ മനസ്സറിയുന്ന പ്രവാചകൻ, അല്ലേ? കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കൊടുത്ത അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് അടുത്തുകൂടി സലാം പറഞ്ഞിട്ട് അവരെ സന്തോഷപൂർവ്വം പള്ളിയിലേക്ക് കൊണ്ടുപോകും. ഇത് പ്രവാചകൻ്റെ, അവരെ കണ്ടു കഴിഞ്ഞാൽ അവരോട് ചെന്ന് സലാം പറഞ്ഞ് കുശലമന്വേഷിക്കുന്ന പ്രവാചകൻ. ഇതൊക്കെ പ്രവാചകൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന മാതൃകകളാണ്. അതുകൊണ്ട് തന്നെ ഒരു മക്കളെ എങ്ങനെ വളർത്തണം, നാളെ ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റാൻ നമ്മൾ എന്തു ചെയ്യണം? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കണം. നമ്മൾ ഇത്തരത്തിലുള്ള ദീനിൻ്റെ സദസ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എൻ്റെ മുമ്പിലിരിക്കുന്ന
ചില രക്ഷിതാക്കളെയെങ്കിലും ഞാൻ വലിയ ആ രൂപത്തിലുള്ള പ്രശംസ അവർക്ക് നൽകുകയാണ്. മിക്കവാറും ഈ രൂപത്തിലുള്ള വീക്കെൻഡുകളിൽ പല രക്ഷിതാക്കളും ഈ കോർണീഷുകളിലും അതുപോലെ ഹോട്ടലുകളിലും പോയിക്കൊണ്ട് ആഘോഷിക്കാറാ പതിവ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമയം വിലപ്പെട്ട സമയം, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അറിവ് കേൾക്കാൻ കുടുംബത്തോടൊപ്പം ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ നന്മയുടെ തുലാസിൽ പരലോകത്ത് കാണാം. യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഇതുപോലെയുള്ള സദസ്സുകൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. എന്തേ? ഇവിടെ കേൾക്കുന്ന ഖുർആനിൻ്റെ ആയത്തുകൾ, ഇവിടെ കേൾക്കുന്ന പ്രവാചകന്റെ ഹദീസുകൾ, ഇവിടെ കാണുന്ന ഈ ആദർശത്തിൻ്റെ പേരിലുള്ള ദീനിൻ്റെ പേരിലുള്ള ഈ ഒരുമിച്ച് കൂടലുകൾ, അതൊക്കെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കാണാം. നമുക്ക് നിങ്ങളാലോചിച്ച് നോക്ക്, നമ്മുടെ മക്കൾ സ്കൂളിൽ പോയി വരുമ്പോഴും നമ്മുടെ മക്കൾ മദ്രസയിൽ വിട്ടു വരുമ്പോഴും രണ്ട് രൂപത്തിലായിരിക്കും അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാകും. ശ്രദ്ധിച്ചു നോക്കേണ്ടി. സ്കൂളിൽ നിന്ന് പഠിക്കുന്ന സംസ്കാരം വേറെ രൂപത്തിലുള്ളതാണ്, നമ്മുടെ മദ്രസകളിൽ നിന്ന് പഠിക്കുന്നത് മറ്റൊരു രൂപത്തിലുള്ളതാണ്. സങ്കടമാണെങ്കിലും പ്രിയപ്പെട്ടവരെ, വലിയ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ മദ്രസയിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന്, ഏറ്റവും ചെറിയ ക്ലാസ്സിൽ നിന്ന് മനോഹരമായ ഒരു ശബ്ദത്തിലൊരു പാട്ട് കേൾക്കുന്നു. മനോഹരമായ ചെറിയൊരു പെൺകുഞ്ഞിൻ്റെ ശബ്ദം. ആ പാട്ടാകട്ടെ നമ്മുടെ നാടുകളിൽ ഇന്ന് വളരെ ഹിറ്റായിക്കൊണ്ടിരുന്ന, എല്ലാവരുടെയും ചുണ്ടുകളിൽ ഹിറ്റായി പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട്. ഞാൻ ആ തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ ആളില്ലാത്തത് കൊണ്ട് ഞാൻ ആ പരിസരത്തോടെ ഇങ്ങനെ പോയി നോക്കി. അപ്പോൾ നല്ലൊരു സുന്ദരിയായ ഒരു കൊച്ചു പെൺകുട്ടിയാണ് ആ പാട്ട് പാടുന്നത്. ആ കുഞ്ഞിനോട് എന്താണ് മോളെ നീ പാടുന്നതെന്ന് പറയാൻ, തിരുത്തി കൊടുക്കാൻ കഴിയുന്ന പ്രായമെത്തിയിട്ടില്ല ആ കുട്ടി. പക്ഷേ അത് തിരുത്തി കൊടുക്കേണ്ടത് ആ കുഞ്ഞിൻ്റെ മാതാക്കളായിരുന്നു. ഇന്ന് ഈ രൂപത്തിലുള്ള സിനിമാ പാട്ടുകളും രൂപത്തിലുള്ള ആഭാസങ്ങളും പഠിച്ച് നാലാളുകൾക്ക് മുമ്പിൽ തങ്ങളുടെ മക്കൾ പ്രദർശിപ്പിക്കുന്നത് വലിയ സന്തോഷമായി കാണുന്ന രക്ഷിതാക്കൾ അല്ലേ? നാട്ടിലിറങ്ങിയ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റായ സിനിമയിലെ പാട്ടുകൾ, ആൽബം പാട്ടുകൾ നാലാൾ കൂടുന്നിടത്ത് പാടുന്നത്, നമ്മുടെ മക്കൾ പാടുന്നത് നമുക്ക് വലിയ സന്തോഷമാണ്, വലിയ ഗെറ്റപ്പാ. നമുക്ക് പ്രിയപ്പെട്ടവരെ ഇല്ല, അതൊന്നും നമുക്ക് ഉപകാരപ്പെടുകയില്ല. ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ടത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളായിരിക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളായിരിക്കണം. അതിനാണ് നമ്മൾ മദ്രസ സംവിധാനങ്ങൾ. പക്ഷേ പലർക്കും അതിനൊരു വില കുറഞ്ഞ ഏർപ്പാടായിട്ടാണ് കാണുന്നത് അല്ലേ? മദ്രസ എന്നും ഒരു 2ാം നമ്പറാ. മദ്രസക്ക് തീരെ സ്ഥാനമില്ല. അത് നാട്ടിലായാലും ഇവിടെയായാലും മാസത്തിൽ 300, 400, 500 റിയാലുകൾ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇവിടെയുള്ള ഭൗതികമായ വിദ്യാഭ്യാസ രംഗത്ത് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. കേവലം 50 or 100 റിയാൽ വാങ്ങിയിട്ട് പുസ്തകത്തിനും മറ്റും ചെറിയൊരു തുക വാങ്ങിയിട്ട് നടത്തുന്ന മദ്രസകൾക്ക് തീരെ പ്രസക്തിയില്ല. 3 മണിക്ക് വരാൻ പറഞ്ഞ പല രക്ഷിതാക്കളും മക്കളെ മദ്രസയിലേക്ക് എത്തിക്കുന്നത് 4 മണിക്കും 3:30ക്കും. എന്തു പറ്റി പ്രിയപ്പെട്ടവരെ അല്ലേ? രാവിലെ 6:30 മണിക്ക് വരേണ്ട വണ്ടി 6:15 കുട്ടിയുമായിട്ട് നമ്മൾ റോട്ടിലുണ്ടാകും. എന്തേ ഈ ആവേശം മദ്രസയുടെ വിഷയത്തിൽ എന്തുകൊണ്ട് നമുക്കില്ലാതെ പോയി പ്രിയപ്പെട്ടവരെ? വെള്ളിയാഴ്ച ദിവസം ജുമുഅയും കഴിഞ്ഞ് നല്ല ഭക്ഷണവും കഴിച്ച് കടന്നുറങ്ങുന്ന നമുക്ക് എന്തുകൊണ്ട് കൃത്യമായ സമയത്ത് നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് എത്തിക്കാൻ ആവേശമില്ല? എന്തേ? നമ്മുടെ മനസ്സിൽ ഈമാനില്ല. എങ്ങനെ നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാകും? അതെന്തേ? 3 മണിക്കുള്ളത് 3:30 എത്തിയാലും കുഴപ്പമില്ല. അവിടെ നെഗറ്റീവായ ഒരു പാഠമാണ് പിതാവ് കുഞ്ഞിന് നൽകുന്നത്. മദ്രസയിൽ അധ്യാപകരായ ഞങ്ങൾക്ക് പറയുന്നതിൽ പരിമിതിയുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ അത് ബോധ്യപ്പെടുത്തേണ്ടത്, അത് മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളാ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാ. ഭൗതികമായ ഏതെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഈ രൂപത്തിലുള്ള വിശാലമായ സൗകര്യം നമ്മൾ ഒരുക്കി വച്ചിരിക്കുന്നത്. വലിയ ചിലവുകളാണ് ഇതിൻ്റെ പേരിൽ ഇവിടെ ഇതിൻ്റെ സംഘാടകർ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ മാസവും. എന്തിനു വേണ്ടിയാ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങുന്ന തുച്ഛമായ സംഖ്യകൾ കൊണ്ട് എവിടേക്കും എത്തില്ല. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഇത്രയും വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിരിക്കുന്നത്? നമ്മുടെ മക്കൾ നാളെ നമുക്ക് ഉപകാരപ്പെടണം.
അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചില്ലേ, ഇദാ മാത്തൽ ഇൻസാൻ ഇൻഖതാ അമലുഹു, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ അമലുകൾ മുറിഞ്ഞു പോകും. പിന്നെ അവന് ബാക്കിയാകുന്നത് 3 കാര്യങ്ങളാ. പക്ഷേ 2 കാര്യങ്ങൾ അവന്റെ ഖബറിടം വരെ മാത്രം ഉണ്ടാകുള്ളൂ. ഏതൊക്കെയാ? അവന്റെ ബന്ധുക്കളും അവന്റെ സമ്പത്തും അവന്റെ ആളുകളും. 3-മത്തത് അവന്റെ മക്കളും അവന്റെ സമ്പത്തും. 3-മത്തത് അവന്റെ അമലുകളാണ്. പ്രിയപ്പെട്ടവരെ, അമലുകൾ നമുക്ക് ഖബറിൽ ബാക്കിയാകും. ഈ ദുനിയാവിൽ പിന്നെ നമുക്ക് ബാക്കിയാകുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ. അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇന്ന് നമ്മൾ മരിച്ചാൽ മുതിർന്ന മക്കളുള്ള രക്ഷിതാക്കൾ എൻ്റെ മുമ്പിലുണ്ട്. ഇന്ന് നാം മരണപ്പെട്ടാൽ നമ്മുടെ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു എന്ന് തുടങ്ങുന്ന മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ നമ്മുടെ ആൺകുട്ടികൾക്ക് കഴിയുമോ? നമ്മുടെ പെൺകുട്ടികൾക്ക് കഴിയുമോ? കഴിയുമെങ്കിൽ നമ്മൾ വിജയിച്ചവരാ, സംശയമില്ല. അതല്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരാ. ആ മക്കളെ നാളെയും അത് നമ്മളെ മറമാടിയാലും നമ്മുടെ ഖബറിനരികിൽ വന്ന് പ്രാർത്ഥിക്കുകയുള്ളൂ. അല്ലാഹുവേ, എൻ്റെ ഉപ്പയുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ, അല്ലാഹുവേ എൻ്റെ ഉമ്മയുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ എന്ന്, എൻ്റെ ഉപ്പക്ക് പൊറുത്തു കൊടുക്കണേ എന്ന്, എൻ്റെ ഉമ്മക്ക് പൊറുത്തു കൊടുക്കണേ എന്ന് നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കണമെങ്കിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളും പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. നാട്ടിലൊക്കെ പോകുമ്പോൾ മരണപ്പെട്ടു പോയ ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഖബറിടങ്ങളിലേക്ക് മക്കളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം. ഇത് മോനെ എൻ്റെ ഉപ്പയുടെ ഖബറാ, എൻ്റെ ഉമ്മയുടെ ഖബറാ, നിൻ്റെ വല്യുമ്മയുടെ ഖബറാ, നിൻ്റെ വല്യുപ്പയുടെ ഖബറാ, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നാളെ ഞാനും മരിച്ചാൽ ഇതുപോലെ നീയും വരണമെന്ന് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അപ്പോഴേ നമ്മളൊരു മാതൃകയുള്ള പിതാവാകുകയുള്ളൂ. നിസ്കരിക്കുമ്പോൾ മോളെ കൂടെ വാ, കൂടെ നിന്ന് നിസ്കരിക്ക്, നീ നിന്റെ ശരീരം മറച്ചുകൊണ്ട് വസ്ത്രം ധരിച്ച് എൻ്റെ കൂടെ എൻ്റെ പുറകിൽ നിന്ന് നമസ്കരിക്ക് എന്ന് പറയാൻ ഒരു മാതാവിന് സാധിക്കണം. എങ്കിലേ നമ്മുടെ മക്കൾ നമ്മളെ ഓർക്കുകയുള്ളൂ. അതല്ലെങ്കിൽ എന്താ, നേരത്തിന് ഫുഡ് ഉണ്ടാക്കി തരാൻ ഒരു വേലക്കാരി, വസ്ത്രം അലക്കി തരാൻ ഒരു ദാസ്യപ്പണിക്കാരി, ഇത്രേ നമ്മുടെ മക്കൾ കാണുള്ളൂ നമ്മളെ ഏത് അവസരത്തിൽ. ജീവിതത്തിൻ്റെ വലിയ പ്രയാസത്തിൻ്റെ മേഖലകളിൽ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവ് മരണപ്പെട്ടൊരു സഹോദരി തൊട്ടടുത്ത വീടുകളിൽ പാത്രം കഴുകി ആ രൂപത്തിലുള്ള കൂലിപ്പണി ചെയ്തുകൊണ്ട് മകനെ വളർത്തി വലുതാക്കി ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പോസ്റ്റ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസിലേക്ക് എത്തിച്ചു, IAS-കാരനാക്കി. ആ മകൻ നല്ല ഒരു ഉന്നത ജോലിയുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു. പിന്നീട് അവന് ഉമ്മയെ വേണ്ട, അമ്മയെ വേണ്ട. അവനും ഭാര്യയ്ക്കും മക്കൾക്കും ഷോപ്പിങ്ങിന് പോകുമ്പോൾ വീട്ടിൽ അമ്മയുടെ കൂടെ ആരുമില്ല, അമ്മ തടസ്സമാണ് എല്ലാത്തിനും. അവസാനം പട്ടിക്കൂട്ടിൽ അടക്കേണ്ടി വന്നു ആ മകനെ. തൻ്റെ വീട്ടിൽ താനൊരുക്കി വെച്ച പട്ടിക്കൂട്ടിൽ തൻ്റെ അമ്മയെ അടക്കേണ്ടി വന്ന IAS-കാരൻ കേരളത്തിൻ്റെ മണ്ണിലുണ്ടായതാ. എന്തുപറ്റി നമ്മുടെ സമൂഹത്തിന്? ഈ രൂപത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അതെവിടെയെങ്കിലുമല്ലേ എന്ന് തള്ളിക്കളയാൻ വരട്ടെ പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ പലപ്പോഴും നാളെ നമ്മുടെ കുടുംബത്തിലേക്കും വരായികയില്ല. വരാതിരിക്കണമെങ്കിൽ പഠിപ്പിക്കണം നമ്മുടെ മക്കളെ. എന്ത്? ദീനിൻ്റെ വിദ്യാഭ്യാസം, അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് പഠിപ്പിക്കണം, ഷഹാദത്ത് കലിമയെക്കുറിച്ച് പഠിപ്പിക്കണം, നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കണം, സ്വഭാവ സംസ്കരണ മേഖലകളിലെ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ മക്കൾ പുലർത്തേണ്ട നിഷ്ഠയെക്കുറിച്ച് നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത്. ദിവസത്തിൽ ആഴ്ചയിൽ ഒരു 1-2 മണിക്കൂർ ഞങ്ങളെ മുമ്പിൽ കിട്ടുന്ന മക്കളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് പരിധികളുണ്ട്. പക്ഷേ ബാക്കിയുള്ള സമയം മുഴുവൻ അവർ നിങ്ങളുടെ കൂടെയാണ്. ആൺകുട്ടികൾ നെരിയാണിക്ക് മുകളിലാണ് വസ്ത്രം ധരിക്കേണ്ടതെന്ന് പാഠപുസ്തകത്തിൽ നിന്ന് നോക്കി വായിപ്പിച്ചു കൊടുക്കാൻ, മനപ്പാഠമാക്കി കൊടുക്കാനേ ഞങ്ങൾക്ക് കഴിയൂ. പക്ഷേ മോനെ, നിന്റെ വസ്ത്രം നെരിയാണിക്ക് മുകളിലാക്കടാ എന്ന് പറയാനും തിരുത്താനും അതവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നൊന്തുപെറ്റ ഉമ്മക്കും ജീവിതത്തിൽ ത്യാഗം സഹിക്കുന്ന വാപ്പക്കേ കഴിയൂ.
അവർ പറഞ്ഞാലാ അത് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകൂ? അല്ലേ? പെൺകുട്ടി ആ രൂപത്തിൽ ശരീരത്തിൻ്റെ ന്യൂനതകൾ, ശരീരത്തിൻ്റെ നിമ്നോന്നതകൾ പുറത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അനിസ്ലാമികമായ രൂപത്തിലുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നത് നമ്മളാണ്. വാങ്ങിക്കൊടുത്തു. ഇനി മറ്റുള്ളത് വാങ്ങിക്കൊടുക്കുമ്പോൾ മോളെ അത് നിനക്ക് വേണ്ട, കാരണം അത് നിനക്ക് ഉപകാരപ്പെടുകയില്ല, അത് നിന്റെ ശരീരത്തിൻ്റെ ഔറത്തുകൾ മറയാത്ത രൂപത്തിലുള്ളതാണ് എന്ന് പറഞ്ഞ് ചെറുപ്രായത്തിലെ മക്കളെ ഇസ്ലാമികമായ വസ്ത്രധാരണ രീതി പഠിപ്പിച്ചാലേ പ്രിയപ്പെട്ടവരെ ആ മക്കളുടെ മുതിർന്ന കാലഘട്ടത്തിൽ അത് ജീവിതത്തിലുണ്ടാവുള്ളൂ. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അതൊന്നും പറഞ്ഞാൽ കേൾക്കൂല മക്കള്. നമ്മൾ ആലോചിക്കണം, അതല്ലെങ്കിൽ വലിയ നഷ്ടക്കാരായി നമ്മൾ മാറും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, മീഡിയകളും ആ രൂപത്തിലുള്ള സംവിധാനങ്ങളും നമ്മുടെ മക്കളുടെ ജീവിതത്തെ വലിയ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ JIE എന്ന ഒരു ഇൻ്റർനാഷണൽ സംഘടന നടത്തിയ ഒരു പഠന റിപ്പോർട്ട്, അമേരിക്കയിലെ 43,000-ഓളം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ അവർ നടത്തിയ ഒരു പഠനം. അവർ പറയുന്നു, ആ പഠന റിപ്പോർട്ടിൽ അവർ പറയുന്നു, അതിൽ 1/3 അതിൽ ആ 43,000 വിദ്യാർത്ഥികളിൽ 1/3 വിഭാഗം വിദ്യാർത്ഥികളും മോഷണം നടത്തുന്നവരാണ്. അതിൽ 2/5 ഭാഗം മക്കളും സാമ്പത്തികമായ കളവ് കേസുകളിൽ ഉൾപ്പെട്ട ആളുകളാണ്. കേസുകൾ അവരുടെ പേരിൽ കോടതികൾ നിലനിന്നുകൊണ്ടിരിക്കുന്നു, ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ പേരിൽ. അതിൽ തന്നെ 8% ആളുകൾ മാതാപിതാക്കളോട് കളവ് പറയുന്നവരാണ്. മാത്രമല്ല ആ മക്കളുടെ 43,000-ന്റെ പാതി അത്രയും മക്കളോട് ആക്രമ സ്വഭാവങ്ങൾ കാണിക്കുന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഹുസൈൻ ഒബാമ പുതിയ നിയമം കൊണ്ടുവരാനിരിക്കുന്ന അമേരിക്കയിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ ആ നിയമത്തിനെതിരായി നിൽക്കുന്നത് അത് അദ്ദേഹത്തെ വലിയ പ്രയാസത്തിലാക്കിയിരിക്കുന്നു എന്ന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ വായിക്കാൻ കഴിഞ്ഞു. എന്തുപറ്റി? എന്താണ് ഈ രൂപത്തിലുള്ള പഠന റിപ്പോർട്ടുകൾ നമുക്ക് നൽകുന്ന പാഠം? പ്രിയപ്പെട്ടവരെ, മക്കൾ മോഷണക്കേസുകളിൽ പെട്ടുപോകുന്നു. മാതാക്കളോട് കളവ് പറയുന്ന മക്കൾ അതിൽ പാതിയും ആ 43,000-ന്റെ പാതിയും ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന മക്കൾ ഏത് തവണയും ഏത് സമയത്തും അക്രമാസക്തമാകുന്ന രൂപത്തിലുള്ള സ്വഭാവത്തിൻ്റെ ഉടമകൾ. ഈ രൂപത്തിലേക്ക് ആ സമൂഹം മാറുന്നതിനുള്ള കാരണമായിക്കൊണ്ട് ആ പഠനം നടത്തിയ ആളുകൾ പറയുന്നു, അതിന് ഒന്നാമത്തെ കാരണം വിദ്യാഭ്യാസ രംഗത്തെ ഈ പുതിയ ആ സിസ്റ്റം അത് വിദ്യാർത്ഥികളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്, അത് മാറ്റേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി അവർ പറയുന്നത് മാതാപിതാക്കളുടെ പാളിച്ചകളാണ്. മക്കളെ വളർത്തേണ്ട രൂപത്തിൽ വളർത്താത്ത മാതാപിതാക്കളുടെ പാളിച്ചകളാണ് ഇത് ആ മക്കളെ ഈ രൂപത്തിലാക്കിയത് എന്നും ഈ പഠന റിപ്പോർട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി അവർ പറയുന്നു, ഈ രൂപത്തിൽ മക്കളെ മാറ്റിയത് മീഡിയകളാ. ഒന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, നമ്മൾ അറിയണം, അമേരിക്ക പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് പുറന്തള്ളിയ ആധുനിക മീഡിയകളും സംവിധാനങ്ങളും പുറന്തള്ളിയ വീഡിയോ ഗെയിമുകളാണ് ഇന്ന് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ നമ്മുടെ മക്കൾ പല പേരിട്ടുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിലുള്ള കാർട്ടൂണുകളാണ് നമ്മുടെ മക്കൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു പുതിയ ചാനലുണ്ട്, ആ ചാനലിൻ്റെ പേര് തന്നെ കൊച്ചു TV എന്നാണ്. കൊച്ചു TV ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഏരിയ. അതിൻ്റെ പരസ്യം തന്നെ എന്താ പറയുന്നത്? ഇത് ഞങ്ങളുടെ ഏരിയ, ഇങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. ഇത് മക്കളുടെ മനസ്സിലേക്ക്, പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് മക്കളുടെ കയ്യിലേക്ക് റിമോട്ട് കൊടുക്കുന്ന മാതാക്കള് മക്കൾ അടങ്ങിയിരിക്കുന്നതിന് വേണ്ടി കയ്യിൽ റിമോട്ട് കൊടുക്കുന്നു. ചാനലുകൾ മാറ്റി കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആഭാസങ്ങൾ അതവരുടെ വളർച്ചയിൽ, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ നമ്മൾ മാതൃകയുള്ള രക്ഷിതാക്കളാകാൻ നമുക്ക് കഴിയണം. ആലോചിച്ചു നോക്ക്, ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്.
മുട്ടിലിഴഞ്ഞുകൊണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും ചെറിയ പ്രായത്തിലുള്ള മക്കള് പ്രവാചകന്റെ മദീനത്തെ പള്ളിയിലേക്ക് വന്നു. പ്രവാചകൻ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ആ മക്കളെ രണ്ടുപേരെയും തൻ്റെ 2 കൈകൾ കൊണ്ട് കോരിയെടുത്തിട്ട് മിമ്പറിലേക്ക് തിരിച്ചു കയറി 2 മക്കളെയും തൻ്റെ 2 പേരക്കുട്ടികളെയും ഒക്കത്ത് വെച്ചിട്ട് പ്രവാചകൻ ഖുതുബ പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കണം പ്രവാചകന്റെ ജീവിതത്തിലെ മാതൃകകൾ. മക്കളെ ചുംബിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരിക്കലൊരു അറാബി കടന്നു വന്നിട്ട് ഈ പ്രവാചകൻ ഒരു കുട്ടിയെ ചുംബിച്ചു കണ്ടപ്പോൾ ഒരു അറാബി ചോദിച്ചു, അല്ല നബിയെ, നിങ്ങൾ കുട്ടികളെ ചുംബിക്കുകയാണോ? ഹേയ്, എന്തൊരു മോശം പണിയാ നിങ്ങൾ കാണിക്കണ നബിയെ. അതിൻ്റെ റസൂല് പറഞ്ഞു, അള്ളാഹു നിന്റെ മനസ്സിൽ നിന്ന് കാരുണ്യം എടുത്തു കളഞ്ഞതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞതും പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മളറിയണം നമ്മുടെ മക്കൾക്ക് ഏറ്റവും നമുക്ക് പ്രധാനമായി നൽകാനുള്ളത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. സൂറത്തു തോഹയിലെ 132-ാമത്തെ വചനം, നീ നിന്റെ മക്കളോട്, നീ നിന്റെ കുടുംബത്തോട് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കുക, അതിൽ നീ ക്ഷമ അവലംബിച്ചുകൊണ്ട് നിലനിൽക്കുക. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴെങ്കിലും പല രൂപത്തിലുള്ള കൽപ്പനകളും നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബത്തോട് നമ്മൾ കൽപ്പിക്കാറുണ്ട്, പറയാറുണ്ട്. എപ്പോഴെങ്കിലും ഒന്നെണീറ്റ് നിസ്കരിക്കടി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ? വിശുദ്ധ ഖുർആൻ പറയുന്നു, നിസ്കരിക്കാൻ വേണ്ടി പറയേ. മക്കള് 7 വയസ്സായാൽ അവരെ കൂടെ നിർത്തി നിസ്കരിപ്പിക്ക്. 10 വയസ്സായിട്ടും നിസ്കരിക്കാഞ്ഞാൽ അവരെ നീ അടിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മക്കളെ അടിക്കാൻ നമുക്ക് ഏക അവകാശം തന്ന വിഷയം മക്കൾ നിസ്കരിക്കാഞ്ഞാൽ മാത്രം. പക്ഷേ അതല്ലാത്ത എല്ലാ കാര്യത്തിനും നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മുടെ മക്കളെ അടിക്കും, ചീത്ത പറയും. പക്ഷേ നിസ്കരിക്കാത്തതിൻ്റെ വിഷയത്തിൽ നമ്മുടെ മക്കൾക്ക് ആ രൂപത്തിലുള്ള പ്രഹരണങ്ങളൊന്നും നമ്മൾ നൽകാറില്ല എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയേണ്ട യാഥാർത്ഥ്യം. മഹാനായ അയ്യൂബിന് മൂസ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് സമ്മാനങ്ങൾ നൽകുക എന്നുള്ളത്, അല്ലേ? നമുക്ക് മക്കൾ എന്തെങ്കിലും വലിയ കാര്യം ചെയ്താൽ, അവർ നല്ലൊരു പാട്ടുപാടിയാൽ, പഠനരംഗത്തൊരു മികവ് കാണിച്ചാൽ അവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കും നമ്മൾ. വലിയ സന്തോഷമാണ് നമുക്ക്. പെരുന്നാളുകൾ വരുമ്പോൾ, ആ രൂപത്തിലുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് നല്ല എത്ര വിലയായാലും നമുക്കതൊരു പ്രശ്നമല്ല. 1500 റിയാലിന് ജോലി ചെയ്യുന്നവരും ഒരു പക്ഷേ 200 റിയാലിൻ്റെ വസ്ത്രവും സമ്മാനവും മക്കൾക്ക് വാങ്ങിക്കൊടുക്കാം. കാരണം എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന സമ്മാനം അതെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, അല്ലേ? സമ്മാനങ്ങൾ മക്കൾക്കും ഇഷ്ടപ്പെട്ടതാ, കൊടുക്കാൻ നമുക്കും വല്ലാത്ത ഇഷ്ടമാണ്. അവിടെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്, മാ നഹല വാലിദുൻ വലദുൻ മിൻ നഹ്ലിൻ അഫ്ളല മിൻ അദബിൻ ഹസന. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നല്ല ശിക്ഷണത്തേക്കാൾ ഉത്തമമായ മറ്റൊരു സമ്മാനവും ഒരു പിതാവിന് തൻ്റെ മക്കൾക്ക് കൊടുക്കാനില്ല. നല്ല ശിക്ഷണത്തെക്കാളും മറ്റൊരു സമ്മാനം തൻ്റെ മക്കൾക്ക് കൊടുക്കാൻ ഒരു പിതാവിനില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഏറ്റവും നല്ല സംസ്കാരമാണ്. ഏറ്റവും സൽസ്വഭാവത്തിൻ്റെ രംഗത്ത് നമ്മുടെ മക്കളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ഹക്കും ബാത്തിലും പഠിപ്പിക്കാൻ, ധർമ്മവും അധർമ്മവും പഠിപ്പിക്കാൻ, നന്മയേതെന്ന് പഠിപ്പിക്കാൻ, തിന്മയേതെന്ന് പഠിപ്പിക്കാൻ, ഈ രൂപത്തിലുള്ള സാംസ്കാരിക രംഗത്തെ അധ്യാപനങ്ങൾ നമ്മുടെ മക്കൾക്ക് നൽകുന്ന വിഷയത്തിൽ നമ്മളൊരു മടിയും കാണിച്ചുകൂടെ. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മുടെ മദ്രസ സംവിധാനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്നുകൂടി മുന്നോട്ട് വരണം. മക്കളെ കൃത്യമായ സമയത്ത് നിങ്ങൾ കൊണ്ടാക്കണം മദ്രസയിൽ. അതിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ അന്വേഷണങ്ങൾ കൃത്യമായി നിങ്ങൾ നടത്തണം. മക്കളുടെ പഠന നിലവാരങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറയണം. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കും. അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ മക്കൾ നാളെ പരലോകത്ത് വരും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മക്കൾ നാളെ പരലോകത്ത് വരും. മോശമായ രൂപത്തിൽ ഒരു പക്ഷെ ജീവിച്ചു പോയ ഈ മക്കൾ നാളെ പരലോകത്ത് വന്നിട്ട് റബ്ബിനോട് പറയും, അല്ലാഹുവേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജയിലിൽ വധശിക്ഷ കാത്തു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ, ആ മനുഷ്യൻ ചെയ്തൊരു സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥ നാളെ പരലോകത്ത് വരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക.
അള്ളാഹുവിനോട് നമ്മുടെ മക്കള് ചോര നീരാക്കി നമ്മൾ അധ്വാനിച്ച സമ്പത്ത് കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന ജീവിതത്തിൻ്റെ ഉന്നതമായ ഏകലകളിലേക്ക് നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ മക്കൾ നാളെ പരലോകത്ത് വെച്ച് റബ്ബിനോട് ചോദിക്കും, അള്ളാഹുവേ, ഞാൻ ഈ രൂപത്തിൽ മോശക്കാരിയായി മാറാനുള്ള കാരണം വസ്ത്രധാരണ രംഗത്ത് എന്നെ മാന്യത പഠിപ്പിക്കാത്തത്, ഹക്കും ബാത്തിലും എന്നെ പഠിപ്പിക്കാത്തത്, തിന്മയുടെ വഴിയിൽ ഞാൻ നടന്നപ്പോൾ എന്നെ നന്മയുടെ വഴിയിലേക്ക് തിരിച്ചുവിടാത്തത്, അള്ളാഹുവേ, നിൽക്കുന്ന എൻ്റെ ഉമ്മയും ഉപ്പയുമാണ് അള്ളാഹുവേ. അതുകൊണ്ട് അവരെ എനിക്ക് താ. അള്ളാഹുവേ, ഞാൻ എൻ്റെ കാലിൻ്റെ അടിയിലിട്ട് അവരെ വലിച്ച് നരകത്തിലേക്ക് താഴ്ത്തിയിടട്ടെ അള്ളാഹുവേ, അതിനെനിക്ക് അനുവാദം നീ തരണമെന്ന് നാളെ നമ്മുടെ മക്കൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പരലോകത്ത് പറയുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്തരത്തിലൊരു അവസ്ഥ ഒരിക്കലും നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതല്ല. നമ്മുടെ മക്കളെ അറിവുണ്ടാക്കണം, ആ മക്കൾക്ക് നല്ല സംസ്കാരം ഉണ്ടാക്കണം, ആ മക്കൾക്ക് നല്ല സ്വഭാവമഹിമയുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റാൻ അത് നമ്മുടെ കൂടി ബാധ്യതയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മുടെ മക്കൾക്ക് മാതൃകയില്ല രക്ഷിതാക്കളായി നമ്മൾ മാറണം. സലാം പറയുന്ന വിഷയത്തിലായാലും, ഇസ്ലാമികമായ വേഷവിധാനത്തിൻ്റെ വിഷയത്തിലായാലും, ഏതെല്ലാം മേഖലകൾ, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ, ആദർശത്തിൻ്റെ വിഷയത്തിൽ, മുഴുവൻ മേഖലയിലും നമ്മുടെ മക്കൾക്ക് മാതൃകയാകുന്ന നല്ല രക്ഷിതാക്കളായി മാറാൻ, അതോടൊപ്പം നമ്മുടെ മാതാപിതാക്കളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന, അവരെ ആ രൂപത്തിൽ പരിഗണിക്കുന്ന നല്ല മക്കൾ കൂടിയായി, നമ്മുടെ മക്കൾക്ക് മാതൃകയുള്ള രക്ഷിതാവാകുന്നതോടുകൂടി നമ്മുടെ മാതാക്കൾക്ക് നല്ല മകനായി, നമ്മുടെ മകൾ കൂടിയായി മാറാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ആ രൂപത്തിലുള്ള തൗഫീഖ് നൽകി നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അല്ലാഹു നമുക്ക് കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ ഉന്നതമായ മേഖലകളിലേക്ക്, ധാർമ്മിക രംഗത്തും അറിവിൻ്റെ രംഗത്തും ഇസ്ലാമിക രംഗത്തും അവരെ വളർത്തിക്കൊണ്ടുവരാൻ എല്ലാവിധ തൗഫീഖുകളും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ കുടുംബത്തിന് എല്ലാവിധ റഹ്മത്തും ബർക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ നമ്മൾ മരണപ്പെട്ടാലും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. والحمد لله رب العالمين. السلام عليكم ورحمة الله.